ഇന്നത്തെ നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് നല്ല പാസ്തയാണ് കേട്ടോ. ചീസി ടൊമാറ്റോ റെഡ് പാസ്ത. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതാ ഞാൻ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ ഓയിലും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. കാണാൻ നല്ല രസമുള്ള പാസ്തയാട്ടോ. ഒരു വെറൈറ്റി മക്രോണി അല്ലേ. പെന്നെ പാസ്തയും അല്ലാത്ത ഒരു പാസ്തയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ പാസ്ത ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്, പക്ഷെ കാണാനിത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാ സംഭവം തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കഷ്ണം ബട്ടറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്താക്കാം, കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നും അരിയെ ചതക്കൊന്നും വേണ്ട. നമ്മളിത് ലാസ്റ്റ് അരയ്ക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അരിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 തക്കാളിയും 2 പച്ചമുളകും കൂടി കേട്ടോ. അതും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ. വഴണ്ടി വരുമ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പൊടികളാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇതാ അപ്പം നല്ലതുപോലെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി നല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് കുറച്ച് പാലാണ് കേട്ടോ. പാലും കൂടെ ചേർത്തിട്ട് അതേപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുകി വരണം കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ പാസ്തയിലേക്കും നമ്മളുടെ ആ ഒരു സോസ് എത്തുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മക്കറോണിയൊക്കെ ഇട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചധികം ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോഴല്ലേ ചീസി പാസ്ത ആവുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി കേട്ടോ. അതും കൂടി നമുക്ക് മുകളിലായിട്ട് ഒന്ന് വെതറി കൊടുക്കാം. കാണാനും നല്ല ഭംഗിയായിരിക്കും, ടേസ്റ്റും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പാസ്തയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.